മഹാരാജ മഹാസ്ക്രിപ്റ്റ് അത്രേ പറയുള്ളൂ. കാരണം ഈ ഒരു അടുത്ത കാലത്ത് കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വർക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. എൻ്റെ നിതിലൻ സ്വാമിനാഥൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 7 വർഷത്തിന് ശേഷമാണ് റൈറ്റർ ആൻഡ് ഡയറക്ടറായിട്ട് ഈ ഒരു സിനിമ ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ സിനിമ കൊരങ്കു ബൊമ്മയായിരുന്നു. ആൻഡ് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയം തന്നെ ഈ അത്യാവശ്യം നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ലൊരു കിടിലം മൂവി ആയിരിക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു. എൻ്റെ ആ തോന്നൽ 100% ശരിവെക്കുന്ന ഒരു മൂവിയായി മാറി. നമ്മുടെ ട്രെയിലറിൽ കണ്ട പോലെ ഒരു സലൂൺ ജീവനക്കാരനായ മഹാരാജ പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം വന്ന് കംപ്ലൈന്റ് ചെയ്യാണ് തന്റെ വീട്ടിൽ നിന്ന് തലേ ദിവസം ലക്ഷ്മി കളവ് പോയിന്ന്. എന്താണ് ലക്ഷ്മി അല്ലെങ്കിൽ ആരാണ് ലക്ഷ്മി എന്നുള്ളതിലേക്കുള്ള ഒരു സ്റ്റോറിയുടെ ഒരു പോക്കാണ്. പിന്നെ അതും ഒരു സ്ഥലത്ത് പോലും നമ്മളെ വളരെയധികം ത്രില്ലിംഗ് ആക്കിയിട്ട് ഇങ്ങനെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു പോക്കാണ്. വിജയ് സേതുപതിയുടെ പെർഫോമൻസ് കിഡിലനായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് രീതിയിലുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നായകനായും വില്ലനായും ഐ മീൻ കോ ആക്ടറായും ഒക്കെ ഒരുപാട് പെർഫോമൻസിന് വഴിവെച്ച ഒരു സിനിമ തന്നെയായി മാറി. കാരണം എന്താ പറയണ്ടേ, ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള സ്റ്റോറിക്ക് തന്നെയാണ് നമ്മൾ കയ്യടി കൊടുക്കേണ്ടത്. ആ ഒരു കഥയുടെ പോക്കും അതിന്റെ ഇടയിലുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് നോൺ ലീനിയർ നരേഷൻസ് ഇടയിൽ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ എവിടെ കൊണ്ടുപോയി നിർത്തുന്നു എന്നുള്ളതിലാണ് അവിടെ ഒരു മാജിക് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോ പറയുമ്പോൾ ഒരുപാട് രസമായിട്ട് തോന്നും. കാരണം ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തില് തിയേറ്ററിൽ ഇരുന്നിട്ട് ബേസിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, സിനിമയുടെ മാജിക് ആണ് മാജിക് എന്നുള്ളത്. അത് ശരിക്കും സ്യൂട്ട് ആവുന്ന കറക്റ്റ് മൂവി തന്നെയാണ് മഹാരാജ. കാരണം അമ്മാതിരി രീതിയിൽ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലുള്ള ഒരു പെർട്ടിക്കുലർ സീനിൽ ആ ഒരു ഷോട്ട് ശരിക്കും കണ്ണു തള്ളി പോവാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു കൊണ്ട് നിർത്തിച്ചത്. മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും, അനുരാഗ് കശ്യപ്, വിജയ് സേതുപതി ആൻഡ് സിംഗംപുലി എന്ന് പറയുന്ന ഒരു കോമഡി ആക്ടർ ഉണ്ട് തമിഴില്, അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. അതിന്റെ സ്റ്റോറിയുടെ ഒരു പോക്കും നമ്മളെ ആ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ കൊണ്ട് നിർത്തിച്ചിട്ട് നമ്മുടെ അന്തം വിട്ട് കണ്ണും തള്ളി ഇരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ഡയറക്ടർക്കും ആൻഡ് മൊത്തം ക്രൂവിനും ഒരുപാട് നന്ദി. കാരണം ഇങ്ങനെയുള്ള ഒരു കിഡിലൻ മൂവി എക്സ്പീരിയൻസ് തന്നത്. ആൻഡ് ഇതിനു മുമ്പ് എനിക്ക് ഇത്രത്തോളം ഗ്രേറ്റ് സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞ് തോന്നിയ ഒരു മൂവിയായിരുന്നു വിക്രം വേദയുടെ ആ ഒരു സ്ക്രീൻ പ്ലേ. കാരണം അമ്മാതിരി സ്റ്റോറിയുടെ പോക്കായിരുന്നു. എനിക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കത്തേ ഉള്ളൂ, പക്ഷെ പിന്നീട് എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെയും കൊണ്ടുവച്ചു. ആൻഡ് ഈവൻ ക്ലൈമാക്സ് ആയാലും ശരി, ഒരുപാട് ഇമോഷണൽ ആക്കിയതും അല്ലെങ്കിൽ ഇമോഷണൽ ആക്കേണ്ടടുത്ത് ഇമോഷണൽ ആക്കുകയും ത്രില്ലിംഗ് ആക്കേണ്ടടുത്ത് ത്രില്ലിംഗ് ആക്കുകയും ഒക്കെ ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ആൻഡ് പെർഫോമൻസ് ഫ്രം തമിഴ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം തന്നെ പറയാം. ഒരു ഇന്ത്യൻ സിനിമയിൽ ഈ അടുത്ത് കണ്ട നല്ലൊരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ നല്ലൊരു വർക്ക് തന്നെയാണ് മഹാരാജ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഈ പടം കാണാൻ പറ്റിയിരുന്നില്ല, ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ മറ്റുള്ള ചില തിരക്കുകൾ കാരണം തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ല. ഒരിക്കലും ഇത് OTT ഞാൻ വെച്ചില്ല കേട്ടോ. കാരണം ഈ പടം എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്നൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പോയി കണ്ടു. പിന്നെ ഈ സിനിമയിൽ പറയേണ്ടത് മ്യൂസിക് ചെയ്തിട്ടുള്ള അജ്നീഷ് ലോകനാഥ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒരുപാട്. ആൻഡ് ഈവൻ കാന്താരയിലത്തെ ആ ഒരു വർക്ക് ഒരിക്കലും ആരും മറക്കില്ല. ആൻഡ് ഇതിൽ വന്നപ്പോൾ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള പക്ക മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു BGMന്റെ പ്ലേസ്മെന്റ്, അതായത് എവിടെയൊക്കെയാണോ സീൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ എന്തൊക്കെയാണോ BGM അവിടെ കൊണ്ട് നിർത്തിയിട്ടുള്ളത്, അതും ഒരു മിനിറ്റ് സൂചിയുടെ ആ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, ആ ഒരു ക്ലോക്ക് സൗണ്ട് പോലും ഒരു സീനിൽ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടും അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യണം. അയ്യോ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക, അമ്മോ ഇതാണ് ഇപ്പം ഉണ്ടായത് എന്നൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന സ്ക്രിപ്റ്റിന്റെ മാജിക്കും അറ്റ് എ ടൈം BGMന്റെ ഒരു വർക്കും അതുപോലെ പെർഫോമൻസും ഇതെല്ലാം കൂടിയുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് തന്നെയാണ് മഹാരാജ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാം. ഇത് OTTക്ക് വെക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ചില സീനുകളൊക്കെ നമ്മൾ ശരിക്കും കിളി പോയ പോലെ ഇരിക്കുന്ന ചില അവസ്ഥകൾ തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. എന്തായാലും ഒരിക്കലും മിസ് ചെയ്യാതെ തിയേറ്ററിൽ നിന്ന് തന്നെ കാണാം. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക, കാണാത്തവർ എന്തായാലും കാണാം.